സിസ് ഇംപ്ലാന്റ് പല അവസരങ്ങളിലും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും അതേപ്പറ്റി ധാരാളം സംശയങ്ങളുണ്ട്. കൂടാതെ ചില അനുഭവങ്ങളും കൂടി കാണുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ അടുത്തെത്തിയ ഒരു രോഗി, അദ്ദേഹം ഒരു ഇംപ്ലാന്റ് ഓപ്പറേഷൻ മറ്റൊരു സ്ഥലത്ത് നിന്ന് ചെയ്തിരുന്നു. ഇംപ്ലാന്റ് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനുള്ള പ്രശ്നം ലിംഗം തടി പോലെ ഇരിക്കുന്നു, ഭയങ്കര കട്ടിയിൽ തടി പോലെ ഇരിക്കുന്നു. ഒരു തരത്തിലും അതിൻ്റെ ഹാർഡ്നെസ് കുറയുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ്. പുള്ളി പറയുന്നത് പുള്ളിയുടെ തൊഴിലുമായിട്ട് സംബന്ധിച്ച് പലപ്പോഴും പെട്ടെന്ന് തറയിലിരിക്കേണ്ടി വരാം, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരാം. ചില സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഈ പാൻസ് ഇട്ട് കഴിഞ്ഞാലോ മുണ്ടെടുത്ത് കഴിഞ്ഞാലോ ഇതല്പം ഉയർന്ന് മുഴച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന് ശേഷം ഈ സംഭവത്തിന് ശേഷം, ഇംപ്ലാന്റ് ഓപ്പറേഷന് ശേഷം അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുന്നതൊക്കെ നിർത്തി. അപ്പോൾ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് കുഴപ്പമില്ല, ആ ഇംപ്ലാന്റ് വെച്ചാൽ ഇങ്ങനെയാണ്. ശരിയാണ്, പലതരം ഇംപ്ലാന്റുകൾ അവൈലബിളാണ്. ലോകത്ത് തന്നെ ഇപ്പോൾ ഒരു 12-14 കമ്പനികൾ പെനൈൽ പ്രോസ്തസ് ഇംപ്ലാന്റ് വിൽക്കുന്നുണ്ട്. ഇതിൽ ഓരോ കമ്പനിയുടെയും ഇംപ്ലാന്റ് ഓരോ ക്വാളിറ്റിയിലുള്ളതാണ്. അപ്പോൾ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഇംപ്ലാന്റ് ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, ഈ ഇംപ്ലാന്റിൻ്റെ പ്ലേസ്മെൻറ്റ്, ഓപ്പറേഷൻ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്പറേഷന് ശേഷം ഇത് തടി പോലെ ഇരിക്കുന്നു, ഒട്ടും വളച്ചു വയ്ക്കാൻ പറ്റുന്നില്ല, കൺസീൽ ചെയ്യാൻ പറ്റുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യ പ്രശ്നം. ഇവിടെ പ്രധാന വിഷയം, ഒന്ന്, ഇംപ്ലാന്റിൻ്റെ ടൈപ്പ് ഓഫ് ഇംപ്ലാന്റ് ചൂസ് ചെയ്തതിൽ തെറ്റിയിരിക്കുന്നു എന്നാണ് ഞാൻ അതിൽ നിന്ന് അനുമാനിക്കുന്നത്. കാരണം ഈ പേഷ്യൻറ്റിന്, രോഗിക്ക് ചേർന്ന കറക്റ്റ് ഇംപ്ലാന്റ് അല്ല അത്. ഒരുപക്ഷെ അത് പ്ലേസ് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അത് തീരെ ബെൻഡ് ചെയ്യാനും പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്, വളയ്ക്കാനും പറ്റുന്നില്ല. അപ്പോൾ രോഗിക്ക് ഒരു ഓപ്പറേഷനിലൂടെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന അനുഭവമായിപ്പോയി. അതോടെ ആൾ വളരെ നിരാശനാണ്, വളരെ ബുദ്ധിമുട്ടിലാണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് എടുത്ത് കളഞ്ഞു തരാമോ എന്ന് ചോദിച്ചാണ് വന്നത്. അപ്പോൾ നമ്മളെന്തായാലും അത് എടുത്ത് കളയാനൊന്നും നിന്നില്ല. ഓപ്പറേഷൻ ചെയ്ത ആശുപത്രിയിൽ തന്നെ ആ ഡോക്ടറെ പോയി കാണും, കണ്ടിട്ട് അതിനുള്ള ഒരു പരിഹാരം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് മടക്കി അയച്ചു. അവിടെ നിന്നും അയാൾക്ക് അതിനൊരു പരിഹാരം കിട്ടിയില്ല എങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് ഇത്തരം ശസ്ത്രക്രിയകൾ. നിങ്ങൾ ഇങ്ങനെയുള്ള ഓപ്പറേഷന് പോകുമ്പോൾ അത് ചെയ്ത് പരിചയമുള്ള അത്തരം സ്ഥലങ്ങളിലാണ് പോയി ചെയ്യേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2021 ജൂലൈയിലാണ് ആദ്യമായി NABH എൻട്രി ലെവൽ അക്രഡിറ്റേഷൻ എടുത്തത്. അന്ന് മുതൽ ഇങ്ങോട്ട് പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ നമ്മൾ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും ക്വാളിറ്റി ഓഫ് കെയർ ഇമ്പ്രൂവ് ചെയ്യുക. 2025 ജൂലൈയിൽ NABH ഫുൾ അക്രഡിറ്റേഷൻ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ത്യയിൽ ആദ്യമായാണ് സെക്ഷൽ മെഡിസിൻ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിന് NABH അക്രഡിറ്റേഷൻ ഫുള്ളായിട്ട് കിട്ടുന്നത്. ഈ NABH എന്ന് പറയുന്നത് ആ ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ്സ്, ക്വാളിറ്റി നിലനിർത്തുക, പേഷ്യൻ്റ് സേഫ്റ്റിയും പേഷ്യൻ്റ് ക്വാളിറ്റിയും നിലനിർത്തുന്നതിനുള്ള അംഗീകാരവും അതിനുള്ള നിയന്ത്രണങ്ങളുമാണ് അതിലുള്ളത്. അപ്പോൾ NABH പ്രകാരം എല്ലാ ടെസ്റ്റുകൾക്കും ചികിത്സകൾക്കും എല്ലാം പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് പലരും വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. അവിടെ ചെന്നപ്പോൾ ടെസ്റ്റുകൾ ചിലത് ചെയ്തത് വീണ്ടും ചെയ്യിപ്പിച്ചു, വീണ്ടും അല്ലെങ്കിൽ കോസ്റ്റ് കൂടുതലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പല
വിമർശനങ്ങൾ വരാറുണ്ടെങ്കിലും നമ്മളൊരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാറില്ല. ആ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അത് ചെയ്ത് പരിചയസമ്പന്നരായ ഡോക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇതെല്ലാം കൃത്യമായി ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ പോയി ചെയ്യണം. അല്ലാതെ എവിടെയെങ്കിലും 1-2 എണ്ണം ചെയ്തത് കണ്ടുപഠിച്ചു അല്ലെങ്കിൽ കേട്ടുപഠിച്ചു ട്രയലായിട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.